കഴിയാതെ വണ്ണം തൻ കാലുകൾ മന്ദമായില്ല. പാലസിംഹങ്ങൾ പോലും തിരകിട്ടാതിരുന്നാൽ ദൈവമക്കൾക്കോ നന്മ മുടക്കാത്തവൻ. പാലസിംഹങ്ങൾ പോലും തിരകിട്ടാതിരുന്നാൽ ദൈവമക്കൾക്കോ നന്മ മുടക്കാത്തവൻ. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഞാനും കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. അടുത്ത പാട്ട് പാടുമ്പോൾ കഴിഞ്ഞ 2 ദിവസം ചെയ്തതുപോലെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഞങ്ങളോട് ചേർന്ന് ഈ പാട്ട് പാടണം. രാത്രിയിലുള്ള നിന്റെ കരുതലും 2-3 സ്റ്റാൻസേ പാടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഞങ്ങളോട് പാടുക. അനുഗ്രഹീതമായി നിറവേറ്റുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആത്മാവിലും സത്യത്തിലും നമ്മളെ തന്നെ മറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും പാടുവാനായിട്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ. രാത്രിയിലുള്ള നിന്റെ
എല്ലാവർക്കും ഇനി വലിയ ആമുഖങ്ങളില്ലാതെ തന്നെ നമ്മുടെ കൺവെൻഷൻ്റെ 3-ാം ദിവസം കടച്ചി മീറ്റിങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജെഫച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഈ കൺവെൻഷൻ്റെ കടച്ചി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കൺവെൻഷന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോണിക്കുട്ടി സാറാണല്ലോ. പ്രിയപ്പെട്ട ജോണിക്കുട്ടി സാറും പ്രിയപ്പെട്ട സഹധർമ്മിണി റോസ്മേ ആൻറ്റിയും നമ്മോടൊപ്പം ഈ ദിവസങ്ങളിലായിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ 2 ദിവസക്കാലം അനുഗ്രഹീതമായ വചനം നമ്മൾ ശ്രവിച്ചു. നമുക്ക് പള്ളിയിൽ വരുവാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ചെയ്ത നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് അത് കേൾക്കുവാനായിട്ട് ഇടയായി എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ജോണിക്കുട്ടി സാറിനെ ആദ്യ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. ചുരുങ്ങിയ ചില വാചകങ്ങളിൽ ഇന്ന് ഇടവകയിൽ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ജോണിക്കുട്ടി സാറ് റാന്നി ചെങ്ങറ സ്വദേശിയാണ്. കഴിഞ്ഞ 37 വർഷക്കാലം മാർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ്റെ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ അനുഗ്രഹീത സുവിശേഷകനായി വിവിധ സംസ്ഥാനങ്ങളിൽ കേരളം, തമിഴ്നാട്, രാജസ്ഥാൻ, ആൻഡമാൻ നിക്കോബാർ അങ്ങനെയുള്ള വ്യത്യസ്തമായ ഇടങ്ങളിൽ ശുശ്രൂഷ നിർവഹിക്കുകയും ട്രാവലിംഗ് ഇവാഞ്ചലിസ്റ്റായി ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത അനുഗ്രഹീത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതോടൊപ്പം തന്നെ കൺവെൻഷൻ പ്രസംഗങ്ങളുടെ നിരയിലെ അവരുടെ ആ സംഘടനയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ പ്രസംഗകൻ കൂടിയാണ്. പലയിടങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും ഒക്കെ പോയി പ്രസംഗിക്കുവാൻ ദൈവം എടുത്ത് ഉപയോഗിച്ചു. ആദ്യമായാണ് പ്രിയപ്പെട്ട സാറ് അമേരിക്കയുടെ പ്രദേശങ്ങളിലേക്ക് വരുന്നത്. ഞാൻ ആദ്യ ദിവസം സൂചിപ്പിച്ചതുപോലെ എൻ്റെയും ശുശ്രൂഷാതലങ്ങളിൽ ഞാൻ ആദ്യമേ തമിഴ്നാട്ടിലെ ഉദുമൽപേട്ട മിഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട സാറ് കുടുംബമായി അനുഗ്രഹീതമായ ധന്യമായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചു. ഞങ്ങൾക്കൊക്കെ അത് കരുത്തായിരുന്നു, അനുഗ്രഹമായിരുന്നു. ഒരു പിതാവിനെ പോലെ വാത്സല്യവും സ്നേഹവും അവരുടെ കുടുംബമായി അവർ കാണിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. 3 വർഷക്കാലം ഉദുമൽപേട്ടയിലും അവസാനം ഞാൻ പൊള്ളാച്ചിയിൽ നിന്ന് പോരുമ്പോൾ 1 വർഷക്കാലം പൊള്ളാച്ചിയിലും ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം അവസരമൊരുക്കി. സാറിന് 3 മക്കളാണ്. അതിലൊരാൾ ഇപ്പോൾ ചിക്കാഗോയിൽ കുടുംബമായി താമസിക്കുന്നു. അവരുടെ അടുക്കൽ പ്രിയപ്പെട്ട സാറ് വന്നതാണ്. വന്ന സമയത്താണ് നമുക്ക് ഇപ്രകാരം കൺവെൻഷന് വേണ്ടി വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്നു എന്ന് അവരുടെ ജീവിതത്തിൽ കൂടെ ദൈവം തെളിയിച്ചതാണ്. മക്കളെയും അവരുടെ തലമുറയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം കൂടുതലായിട്ട് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 3 ചിന്തകളിൽ അധിഷ്ഠിതമായാണ് സാറ് ഇപ്രാവശ്യം വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ നമ്മുടെ അടുക്കൽ ആയിരിക്കുന്നതെന്ന് ആദ്യ മീറ്റിങ്ങിൽ സാറ് പറഞ്ഞു. തിരിച്ചറിയുക, തിരുത്തുക, മടങ്ങി വരിക. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ചിലതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു, ചിലതൊക്കെ തിരുത്തുവാനായിട്ടുള്ള ആഹ്വാനം നമുക്ക് ലഭിച്ചു. ഇന്ന് നമുക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് നൽകുന്നത്. പ്രിയപ്പെട്ട സാറിനെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേര് ഈ കൺവെൻഷൻ്റെ സമാപന ദിവസത്തിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട റോസ്മേ ആൻറ്റിയെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നേതൃത്വം നൽകുന്ന കൊയറിനായിട്ടും സ്തോത്രം, അവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താമസം കൂടാതെ പ്രിയപ്പെട്ട ജോണിക്കുട്ടി സാറിനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറച്ചുകൂടെ എനർജി ആയിട്ടൊന്ന് പറഞ്ഞാട്ട് വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് ആ വലിയ ആ വിഭവം നാം ഭക്ഷിച്ച ശേഷം ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ എനർജി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2 ദിനങ്ങൾ നിങ്ങളോടൊപ്പമായിരുന്നു. പ്രിയപ്പെട്ട അച്ഛൻ, ഇടവ ചുമലക്കാർ എന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ വിളിച്ചു. പ്രിയ അച്ഛനോടൊപ്പം 4 വർഷക്കാലം തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു, കൊച്ചമ്മയോടൊപ്പം. പിന്നെയും ഇവിടെ ഞാൻ വന്നു. ഞാൻ വിടാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അച്ഛനോടൊപ്പം ആയിരിക്കുന്ന വളരെ സന്തോഷമാണ്. ഈ 4 വർഷക്കാലം ഞങ്ങൾ അനുഭവിച്ച സന്തോഷം ഗ്രാമത്തിൽ അത് നിസ്സീമമാണ്, പറഞ്ഞാൽ തീരത്തില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്, എനിക്ക് തന്ന സമയം പറഞ്ഞാൽ പോലും തീരത്തില്ല. അച്ഛൻ്റെ നിങ്ങളുടെയൊക്കെ വേണ്ടി ലഭിച്ചിരിക്കുന്ന യൗവനക്കാരനായി അച്ഛനെ ഞാൻ പറയും, നിങ്ങളാവുന്നത് ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോഴാണ് അച്ഛൻ്റെ പ്രവർത്തനത്തിൻ്റെ ശാക്തീകരണം നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഇന്ന്
നിങ്ങളോടൊപ്പം ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന മടങ്ങിവരവിനെക്കുറിച്ചാണ്. കഴിഞ്ഞ 2 ദിനങ്ങളിൽ 2 ചിന്തകളെല്ലാം പൂർണ്ണമാക്കപ്പെട്ടിട്ടില്ല എനിക്കറിയാം. എന്നാൽ വരാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ അതിൻ്റെ 2-3 ചിന്തകളൊന്ന് പറഞ്ഞിട്ട് അടുത്ത ചിന്തയിലേക്കൊക്കെ വരാം. ആദ്യത്തെ ദിനം 1 രാജാക്കന്മാർ 17-ാം അധ്യായം. മറന്നുപോയവർക്ക് വേണ്ടി പറയാം. 17-ാം അധ്യായത്തിന് ഏലിയാവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു. ഏലിയാവ് തിരിച്ചറിഞ്ഞു. ദൈവദാസനായിട്ടുള്ള ഏലിയാവാണ് എന്ത് ചെയ്തത്? ഒരു ഒളിച്ചോട്ടത്തിൻ്റെ പാതയിലേക്ക് പോയത്. എന്നാൽ കർത്താവിൻ്റെ അരുളപ്പാട് ലഭിച്ചപ്പോൾ കാക്കയിൽ കൂടെ, വിധവയിൽ കൂടെ, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ദൂതനിൽ കൂടെ തൻ്റെ പ്രവർത്തനം ഇനി ഏതെല്ലാം മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ 40 രാവും 40 പകലും എങ്ങോട്ടോടി? ഹോരേബ് വരേക്ക് ഓടി. ഹോരേബ് എന്താണ്? ദൈവം നിൽക്കുന്ന പർവ്വതം, മോശ കണ്ട മുൾപ്പടർപ്പ് കത്തുന്ന സ്ഥലം. അവിടേക്ക് ഓടി. ഞാൻ നിങ്ങൾ ഓടേണ്ട സ്ഥലം അവിടെ വരെയാണ്. രണ്ടാമത്തെ, എന്നാൽ ഈ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും തിരിച്ചറിയാതെ പോയ ഈസബേലും ആഹാബും ൻ്റെയും മരണവും ജീവിതവും വൃഥാവായിപ്പോയി എന്നുള്ളത് ഞാൻ ഇന്നലെയും അത് സൂചിപ്പിച്ചു. ഇന്നലെ എനിക്ക് പൂർണ്ണമാക്കുവാനായിട്ട് സാധിച്ചില്ല. ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, 3 തിരുത്തലുകളാണ് അവിടെ ഉണ്ടായത്. ഒന്നാമത്തെ തിരുത്തലുകൾ യോനായുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം ദൈവം ആരാണെന്നുള്ളത് ഒരൊറ്റ വാക്കിൽ പറഞ്ഞപ്പോൾ കപ്പൽ ഉണ്ടായിരുന്നവരും കപ്പൽക്കാരും എന്തു ചെയ്തു? മാനസാന്തരപ്പെട്ടു. ഒരൊറ്റ വാക്ക് എന്തായിരുന്നത്? ഞാനൊരു എബ്രായൻ. വായിച്ചു നോക്കണം. 1-ാം അധ്യായം യോനാ പ്രവാചകന്റെ പുസ്തകം 1. ഞാനൊരു എബ്രായൻ, കടലും കരയും സൃഷ്ടിച്ച യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. ഇത് മതി. ഈ ഒരൊറ്റ വാക്കിൽ അവിടെ ഉണ്ടായിരുന്ന അവർ ഭയന്നുപോയി. അവർ ദൈവത്തെ വിളിച്ചു. അറിയാത്തവർ ആ ദൈവത്തെക്കുറിച്ച്, എബ്രായരുടെ ദൈവത്തെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അബ്രഹാമിനെ വിളിച്ച നാൾ മുതൽ, അബ്രഹാം വിളിച്ച നാൾ മുതൽ, മോശയെ കനാൻ ദേശത്തേക്ക് അയച്ച നാൾ മുതൽ നടന്ന സംഭവവികാസങ്ങൾ അല്ലേ? ഈജിപ്ത് നാട്ടിൽ വെച്ച് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ കടത്തി 10 ബാധ അയച്ച് അവരെ വിടുവിച്ച് കൊണ്ടുവന്ന ചരിത്രം അവർ കേട്ടിട്ടുണ്ട്. ചെങ്കടൽ പിളർന്ന സംഭവം അവർ കേട്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ചെങ്കടൽ പിളർന്നുവെങ്കിലും അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ചെങ്കടലിന് മുമ്പ് തന്നെ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാനത് വീണ്ടും പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് അവർ കേട്ടിട്ടുണ്ട്. മാത്രമാണോ? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ഇസ്രായേൽ ജനത്തെ 40 വർഷക്കാലം നടത്തിയ ദൈവത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. എരിഹോ മതിൽ തകർന്ന സംഭവം അവർ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം തൻ്റെ സാക്ഷ്യത്തിലൂടെ ഈ ലോകജനം അറിഞ്ഞു, അല്ലെ ഈ കപ്പലിലുണ്ടായിരുന്നവർ അറിഞ്ഞു. അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് തിരുത്തി. അവർ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ദൈവമേ, ഈ യോനാ മുഖാന്തരം ഞങ്ങൾക്ക് എന്ത് വരല്ലോ, ഒരു വിപത്തും വരാനായിട്ട് പാടില്ല. അടുത്ത 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ്. യോന അവിടെ വെച്ചൊരു പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? വളരെ ശക്തിയേറിയ പ്രാർത്ഥനയാണ്. ആഴത്തിലുള്ള നിലവിളിയാണ്. അയ്യം വിളിക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട്. അവൻ തിരുത്തിയപ്പോഴാണ് അവൻ എഴുന്നേറ്റത്, അവൻ പോയത്, അവൻ പ്രസംഗിച്ചത്. അവൻ എഴുന്നേറ്റപ്പോൾ അവൻ എഴുന്നേറ്റു, അവൻ പുറപ്പെട്ടു ചെന്നു, അവൻ എന്ത് ചെയ്തു? പ്രസംഗിച്ചപ്പോൾ ഇവിടെ യോനായ്ക്കൊരു തിരുത്തലുണ്ടായി. അടുത്തപടി നോക്കിയേ, അവൻ പ്രസംഗിച്ചപ്പോൾ 2-3 വാക്കുകളെ പറയുന്നുള്ളൂ. ഇനി 40 നാൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ നിനവെ പട്ടണം നശിക്കാനായിട്ട് പോവുകയാണെന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് കൊണ്ട് ആ നിനവെ പട്ടണം മുഴുവൻ മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു. പട്ടണത്തിലുണ്ടായിരുന്ന 1,00,000 ചില്ലുവാന ജനങ്ങളും
അതിനോടനുബന്ധിച്ച് ഞാൻ പറയും, ആ പ്രകൃതിയും ആ മൃഗങ്ങളും മാത്രമാണോ അവരെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് പോലും ആ ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞു. അവർ തിരുത്തി, അവർ അനുദപിച്ചു, അവരെന്ത് ചെയ്തു? ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ്. തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് തിരുത്തിയ ശേഷം നാം പിന്നീട് എന്ത് അനുഭവിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അത് സുവിശേഷ ഭാഗത്തുനിന്ന് ഒരു ചിന്തയാണ് പങ്കുവയ്ക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തെരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം, നമുക്ക് പരിചിതമായിട്ടുള്ള വേദഭാഗമാണ്. അതുകൊണ്ട് എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. സെൻറ്റ് ജോൺ ചാപ്റ്റർ 6 എൻ്റെ 35-ാമത്തെ വാക്യം ഞാൻ ആദ്യം വായിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. അടുത്ത വാക്യം 47 മുതൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുപോയല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ആകുന്നു. സ്വർഗത്തിൽ ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസം ആകുന്നു. ഒരു നിമിഷം നമുക്ക് തലയെ വണക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. യേശുവെ പോലെ ആകുവാൻ യേശുവിൻ വാക്കു ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഉറപ്പിക്കെന്നെ എൻ നാഥ, നിറയ്ക്കായി എന്നെ ത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു. ആമേൻ. ആണ്ടവരെ, இந்த காலை வேளையில் ஓய்வு நாளில் எங்களுக்கு உம்மை துதிக்கும்படியாக, உம்மிட மகிமை கண்ட சாட்சிகளாக உம்மிடத்தில் வந்து ஆராதிக்கும்படியாக நீ கிருபையை செய்தீரே, உமக்கு ஸ்தோத்திரம். உம்முடைய வசனத்தை நாங்கள் தியானிக்க போகிறோம். உம்முடைய வசனத்தால், பரிசுத்தாவியினால் எழுதப்பட்ட இந்த வசனத்தை தியானித்து எங்களுடைய எதிர்கால வாழ்க்கையில் ஆசீர்வாதமாக மாறும்படி, சில மாற்றங்களை உருவாக்கும்படியாக நீர் எங்களுக்கு உதவி செய்ய வேண்டும். நீர் எங்களை ஆசீர்வதியும் பலப்படுத்தும். எந்த ஆத்மாவில் இந்த வசனத்தை எங்களுக்கு தந்தீரோ அதே ஆவியிலே இன்றைக்கு எங்களுக்கு சிந்தித்து நாங்கள் பானம் செய்து வீட்டுக்கு திரும்பி போகும்படியாக, வாழ்க்கை முடிவடையும்படியாக எப்போதும் நீ கிருபை செய்ய வேண்டும் மன்றாடுகிறோம். യേശു ക്രിസ്തുവിൻ മൂലം ജപത്തെ കേളും നല്ല തകപ്പനെ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ്. 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ അതാണല്ലോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സംഭവമാണ് ഇവിടെ കാണുന്നത്. ഈ യോഹന്നാൻ അപ്പോസ്തലൻ്റെ സുവിശേഷം, യോഹന്നാൻ ശ്ലീഹ എഴുതിയത് 5 എഴുത്തുകളാണ്. 1 യോഹന്നാൻ്റെ സുവിശേഷം, 2 1, 2, 3 യോഹന്നാൻ, 5-ാമത്തേത് വെളിപ്പാട് പുസ്തകം. എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകതയുണ്ട് ഈ പുസ്തകത്തിന്. എനിക്ക് വലിയ സന്തോഷം തോന്നി ഈ പുസ്തകം. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിട്ടുള്ള യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ തന്നെ
ചില കാര്യങ്ങളിലൊക്കെ എനിക്കൊരു വിമർശനാത്മകമായ ചിന്തയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അല്പം കഴിഞ്ഞിട്ട് പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിലും തൻ്റെ എഴുത്തുകളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ചിന്തകളിൽ ഞാൻ ഇന്നലെ അതൊന്ന് ഓർപ്പിച്ചു. ബൈബിളിലെ കീവേഡിൽ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു. നീ നോക്കിയേ, ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ 2 വാക്ക് പ്രത്യേകമായിട്ട് ഹൃദ്യമായിട്ട് നാം വിളിക്കേണ്ട വാക്കുകൾ, നാം പ്രയോഗിക്കേണ്ട വാക്കുകൾ എന്താണെന്നറിയാമോ? 1, കുഞ്ഞുങ്ങളെ. അത് യോഹന്നാൻ്റെ ഈ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞ വാക്കുകളും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി അത് കേൾക്കുമ്പോഴേ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? അലിഞ്ഞു പോകും. അടുത്ത വാക്ക് എന്താണെന്നറിയാമോ? പ്രിയമുള്ളവരെ. നല്ല വാക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ്റെ ഈ എഴുത്തുകളിൽ കാണുന്ന, അല്ലെങ്കിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന 2 പ്രത്യേക അടയാളങ്ങളുടെ പുസ്തകമാണിത്. 7 അയാംസ്. അതോടൊപ്പം തന്നെയാണല്ലോ അടയാളങ്ങൾ. 7 അടയാളങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 അടയാളങ്ങൾ രൂപാന്തരത്തിൻ്റെ 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ ദൈവം, ആ രൂപാന്തരം കൊടുത്ത ദൈവത്തെക്കുറിച്ച് അവിടെ പ്രത്യേകിച്ച് എഴുതുമ്പോൾ അവൻ രോഗത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുന്നവർക്കും അവൻ മാറ്റത്തെ കൊടുത്തു. ഫിസിക്കലി, മെൻ്റലി, അതുപോലെ വളരെ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്ന കർത്താവിനെയാണ് യോഹന്നാൻ ശ്ലീഹ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ആ യോഹന്നാൻ ശ്ലീഹായുടെ ഈ ഒരു എഴുത്തുകളിൽ നമുക്ക് കാണേണ്ടത് ഇതാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് മടങ്ങിപ്പോകുമ്പോൾ ചിലർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കർത്താവ് ഇത് പറയുന്നത്. വായിച്ചു നോക്കിയാൽ മതി. കർത്താവ് പറയുകയാണ്, എന്താണ്? ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഈ അപ്പത്തെക്കുറിച്ചുള്ള 4 ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിൻ്റെ ആധികാരികതയിലേക്ക് ഞാൻ പോകുന്നില്ല, എന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. 1, ഈ അപ്പം പുറപ്പാടിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. റിമംബറൻസ് ഓഫ് ദ എക്സോഡസ്. പുറപ്പാടിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് കാണിക്കുന്നത്. അതുകൊണ്ടല്ല കർത്താവ് പറഞ്ഞത്. ഇവിടെ കർത്താവ് ഇവരോട് പറയുന്നത്, നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ എന്ത് ചെയ്യുന്നു? മന്ന തിന്നു. അവർ മന്ന തിന്നെങ്കിലും എന്ത് പറ്റി? വിശന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഒരു പുറപ്പാടുണ്ട്. പുളിക്കാത്ത മാവിൻ്റെ അപ്പം തിന്നുവാൻ ആഗ്രഹിച്ചവർ നോക്കിക്കോണം. അവരത് കഴിച്ചിട്ടാണ് പുറപ്പെട്ടത്. എങ്ങോട്ട്? കനാൻ ദേശത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചത്. കുറച്ച് ദിനങ്ങൾ കൊണ്ട് മാത്രം പൂർത്തിയാക്കപ്പെടേണ്ട ഈ ഒരു യാത്ര എന്തുകൊണ്ടോ അവരുടെ പിറുവിറുപ്പ് മൂലം അവരുടെ ജീവിതത്തിൽ 40 വർഷം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. ഇവർ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഫറവോന്റെ ആധിപത്യത്തിൽ കിടന്ന ഈജിപ്റ്റ് നാട്ടിൽ കിടന്നപ്പോൾ അവർക്ക് വളരെയധികം വേദനയും കഷ്ടവും അനുഭവിക്കേണ്ടി വന്നു. ഞാൻ പറയും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, പ്രായമുള്ള എല്ലാവരും നമ്മുടെ നാട്ടിലെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ, തങ്ങളുടെ തലമുറകളുടെ ആവശ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, തങ്ങളുടെ മാതാപിതാക്കന്മാർ അല്ലേ എന്താ പറയേണ്ടത്, കപ്പപ്പുഴുക്കും ചേമ്പും പുഴുക്കും തിന്ന് കഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉദിച്ചതായിട്ടുള്ളതാണല്ലോ ഇങ്ങോട്ട് എവിടേക്കിലും വന്ന് എൻ്റെ കുടുംബത്തെ പോറ്റി പുലർത്തണമെന്നുള്ളത്. അത് നിങ്ങളുടെ മനസ്സിലൊരു ആവശ്യമായിരുന്നു. എന്തെല്ലാം വെല്ലുവിളികളാണ് ഏറ്റെടുത്തത്. ദൈവം അനവധിയായി അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒരു വെല്ലുവിളിയുണ്ട് അവരുടെ മുൻപിൽ. മനസ്സിലാക്കിക്കോണം ഈ കഷ്ടപ്പാടിൽ. അതുകൊണ്ടാണല്ലോ മോശയോട് യഹോവയായ ദൈവം പറയുന്നത്, അല്ലയോ മോശേ, ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന് പറയുന്നത്. ഞാൻ കണ്ടു അവരുടെ വേദന. അവർ നിലവിളിച്ചു. ദൈവം കൊടുത്ത വാക്കുകൾ നിറവേറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മോശയെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മോശ പറയുന്നു, ഞാൻ വിക്കനാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, എനിക്ക് സംസാരിക്കാനായിട്ട് കഴിവില്ല. എന്നാൽ അതിനെ എല്ലാം മാറ്റി കർത്താവ് അവനോട് പറയുകയാണ്, ഞാനാകുന്നു. ഇന്നലെയും ഞാനാണ്, ഇന്നും ഞാനാണ്, നാളെയും
ഞാനാണ്. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം, ഇന്നലത്തെ ദൈവം മരിച്ചു പോയിട്ടില്ല, ഇന്നത്തെ ദൈവവും മരിച്ചു പോയിട്ടില്ല, ഇനി നാളെ ഉണ്ടാകാനുള്ള ദൈവവും മരിച്ചു പോയിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ലേഖനത്തിൽ പറയും, ഞാൻ ഇന്നലെയും, എബ്രായ ലേഖനത്തിൽ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ടുള്ള ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ വെല്ലുവിളി അവരുടെ മനസ്സിലുണ്ട്. എങ്ങനെ പോകുമെന്നുള്ളതിനെക്കുറിച്ച് മുമ്പേ ഞാൻ ആ യാത്രയെക്കുറിച്ച് ഒന്ന് പരാമർശിച്ചു, അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമതായിട്ട്, ഈ പുറപ്പാടിൽ ഇവർക്കൊരു കുതിപ്പുണ്ടായിരുന്നു. മോശ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? കുതിക്കത്തക്കവണ്ണം ഒരുക്കമുള്ളവരായി മാറണമെന്ന് പറഞ്ഞു. ഞാനതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, നമുക്കും എന്ത് വേണം? ഒരു കുതിപ്പ് വേണം, ഒരു എരിവ് വേണം. അമേരിക്കയ്ക്ക് വരണമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കുതിപ്പുണ്ടായിരുന്നു. അതുപോലെയുള്ള കുതിപ്പ് നമ്മുടെ മനസ്സുകളിൽ ഇന്നും ഉണ്ടാകണം. ദൈവത്തോടടുത്ത് ചെല്ലുവാനായിട്ടുള്ള കുതിപ്പുണ്ടാകണം. അന്ന് ദൈവമേ എന്ന് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വളരെയധികം ശ്രേഷ്ഠരായിട്ടുള്ള പ്രിയപ്പെട്ടവരാണ്. എങ്കിലും ഞാൻ പറയട്ടെ, ആ കുതിപ്പ് നമ്മുടെ മനസ്സുകളിലേക്ക് എപ്പോഴെല്ലാം ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് കുതിക്കാനുള്ള മനോഭാവം ഉണ്ടാവും, ഈ എരിവ് നമുക്കുണ്ടാകും. ഇന്ന് കുതിപ്പ് കുറഞ്ഞുപോയി. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു കുതിപ്പ് നമുക്ക് വേണം. നമ്മുടെ തലമുറയ്ക്ക് അത് പങ്കിട്ട് കൊടുക്കണം. അല്ലേ? ഈ സുവിശേഷത്തെ അറിയിക്കാതെ എങ്ങനെ എനിക്ക് അടങ്ങിയിരിക്കാനായിട്ട് കഴിയും? ഈ സുവിശേഷം പങ്കിടുവാൻ സാധിക്കാതെ അടങ്ങിയിരിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇല്ല. അത് മരണമാണേലും ജീവനാണേലും നഷ്ടം വന്നാലും കഷ്ടം വന്നാലും ഞാൻ എന്തു ചെയ്യും? ഈ സുവിശേഷത്തിന് വേണ്ടി ഞാൻ കുതിക്കും. ആ കുതിപ്പുണ്ടായത് കൊണ്ടാണല്ലോ മാർത്തോമാ സഭ ഭാരതത്തിൻ്റെ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സംസ്ഥാനങ്ങളിൽ ഇടങ്ങളിൽ ഈ സുവിശേഷ വേല ചെയ്ത് അനേക ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനിടയാക്കി തീർത്തത്. ആ കുതിപ്പ് നമ്മുടെ പേരൻസിലുണ്ടായപ്പോൾ, നിങ്ങളിലുണ്ടായപ്പോൾ, നമ്മിലുണ്ടായപ്പോൾ, നിങ്ങളായിരിക്കുന്ന തലങ്ങളിൽ ഒരാലയം വേണമെന്നുള്ളതും അവിടെ ഒരു ആരാധനാ സമൂഹം വേണമെന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കുകയും അതെന്ത് ത്യാഗം സഹിച്ചായാലും, ഞാൻ അതിന് പറയും, $100 കിട്ടിയപ്പോൾ $10 അതിൽ നിന്ന് മാറ്റി വെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. അങ്ങനെയല്ലേ? അങ്ങനെയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഞങ്ങൾക്ക് ആരാധിപ്പാൻ ഒരിടം വേണം, ഞങ്ങൾക്ക് ആരാധിക്കുന്ന ഒരു സമൂഹം വേണം. അത് തേടിയാ പോയത്. ആദ്യമേ നമ്മുടെ കയ്യിൽ മാതാപിതാക്കന്മാർ തന്നുവിട്ടത് എന്താണ്? ഒരു ബൈബിളായിരിക്കും തന്നുവിട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഈ കുറച്ച് ഇവിടെയൊക്കെ എന്തെല്ലാം കൊണ്ടുവരാൻ ഒക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. അതെല്ലാമാ കൊടുത്തു വിട്ടത്. എന്നാൽ പറഞ്ഞു വിട്ടു, എന്താ മോനെ, നീ പോകുന്ന ഇടത്ത് എവിടെയായിരുന്നാലും അവിടെ നീ എന്തോ ചെയ്യണം? വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കണം. ഇതാ പറഞ്ഞു വിട്ടത്. ആ കുതിപ്പ് കൊണ്ടാണല്ലോ നിങ്ങളിവിടെ വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കുതിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടോ? മാറിപ്പോയോ? ആ അടങ്ങാത്ത ആവേശം, ഈ സുവിശേഷത്തെക്കുറിച്ചുള്ള ആവേശം ഇന്നും നമ്മുടെ ഉള്ളിലുണ്ടോ? അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് എവിടെ വേണേലും ഞാൻ പ്രസംഗിക്കുവാൻ തയ്യാറാണ്, എന്തു വന്നാലും. റോമാലേഖനത്തിൽ പറയുന്നു, ആപത്താണേലും വാളാണേലും നഗ്നതയാണേലും ഉപദ്രവമാണേലും എന്തായിരുന്നാലും ഞാൻ ഈ സുവിശേഷത്തിന് വേണ്ടി കാരണമുണ്ട്. ഒരു കാലത്ത് ഞാൻ ദൈവമക്കളെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയവൻ, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വിളിക്കപ്പെട്ട ഞാൻ, ഇനി എനിക്ക് അടങ്ങിയിരിക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഈ അപ്പം തിന്നുന്നവർ ഞാനും നിങ്ങളും എന്തുണ്ടാകണം? ഓരോ പ്രാവശ്യവും ഈ തിരുമേശയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം? ഒരു കുതിപ്പ് എപ്പോഴും ഉണ്ടാകണമെന്നുള്ളത് മറന്നു പോകരുത്. രണ്ടാമത്തെ ചിന്ത, ഇത് മുറിപ്പാടുകളുടെ ഓർമ്മപ്പെടുത്തലാണ്. റിമൈൻഡർ ഓഫ് വൂൺസ്, മുറിപ്പാടുകളുടെ ഓർമ്മപ്പെടുത്തൽ. ഇന്ന് അച്ഛൻ ഇവിടെ അപ്പം മുറിച്ചു, ഇത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ആ മുറിപ്പാടുകൾ മൂലം നമുക്ക് എന്തുണ്ടായി? വീണ്ടെടുപ്പുണ്ടായി, രക്ഷയുണ്ടായി എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, മുറിക്കപ്പെടുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? വേദന ഉണ്ടാകും അല്ലേ? വേദനയില്ലാതെ മുറിക്കപ്പെടുവാൻ സാധിക്കുകയില്ല. വേദനയില്ലാതെ നമുക്കൊരിക്കലും കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഈ മുറിക്കപ്പെടുമ്പോൾ നാം എന്ത് ചെയ്യണം? പ്രലോഭനങ്ങളെ അതിജീവിക്കണം. പ്രലോഭനങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഒരു കാര്യമുണ്ട്. 2 സാരി എടുത്താൽ 1 സാരി ഫ്രീ ആണ്. 2 ദിവസം അലക്കി കഴിയുമ്പോൾ ഫ്രീ എന്താവും? എന്തോ ഒരു ഓട്ടമാണെന്നറിയാം. ആ പൈസ കൊടുത്താൽ ഇച്ചിരി കൊടുത്താൽ നല്ലൊരു സാരി എടുക്കാൻ സാധിക്കും. പിന്നെ മദ്യഷാപ്പിൻ്റെ മുമ്പിൽ ചെന്നാൽ 1 കുപ്പി എടുത്താൽ 2 കുപ്പി ഫ്രീ കിട്ടുമെന്ന് പറയുമോ? ഇല്ല. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് ഓടിപ്പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഇവിടെ പ്രലോഭനങ്ങളെ അതിജീവിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രലോഭനങ്ങളെ അതിജീവിച്ചവനാ. എന്താണ് അവിടെ കാണുന്നത്? നോർത്തോണം. പിശാചു വന്നിട്ട് പറഞ്ഞു, നീ 40 ദിവസം ഉപവസിച്ചതല്ലേ? നീ 40 ദിവസം ഉപവസിച്ചതല്ലേ? ഞാൻ ഈ കല്ല് നിൻ്റെ കയ്യിലൊന്ന് എടുത്തു തരാം. ഞാൻ എൻ്റെ ഭാഷയിൽ പറയട്ടെ, ഞാൻ ഈ കല്ലൊന്ന് എൻ്റെ കയ്യിൽ എടുത്തു തരാം. നീ ഇതൊന്ന് അപ്പമായി തീരാൻ കൽപ്പിച്ചാൽ മതി. നിൻ്റെ വിശപ്പ് മാറിപ്പോകും. വിശപ്പ് വരുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഭാവം മാറും. എൻ്റെയും അങ്ങനെ തന്നെയാണ്, നമ്മുടെ എല്ലാവരുടെയും അത് തന്നെയാണ്. പിന്നെ എങ്ങനെയും അടുക്കളയിലോട്ട് പോയി വല്ലതും കഴിച്ചാൽ മതി എന്നുള്ളതാ. ഭാവം മാറും. നമുക്കിഷ്ടപ്പെടാത്ത മനുഷ്യർ നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മുടെ ഭാവം മാറും. ഒരിക്കൽ തമിഴ്നാട്ടിൽ നിന്ന് കഥയാണ് കേട്ടോ, കുറച്ച് പേര് ചെന്നൈ പട്ടണം കാണാനായിട്ട് പോയി. അവർ അന്ന് TV ഒന്നുമില്ലാത്ത സമയമാണ്. ചെന്നൈ പട്ടണം കാണാൻ പോയി. ഒരു ഗ്രൂപ്പ് ലീഡറുണ്ട്. ആ ലീഡർ ഒരുമിച്ച് പട്ടണമെല്ലാം കണ്ട് ഉച്ചയായപ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു. അവർ വന്നിരുന്നപ്പോൾ അവർ ചുറ്റുപാട് ഒന്ന് നോക്കി. അവർക്കെന്തോ വലിയ കാര്യം കാണുന്നത് പോലല്ലേ. നോക്കിയപ്പോൾ ഒരു സോപ്പിൻ്റെ പരസ്യം കണ്ടു. ഇവർ TV ഒക്കെ കാണുമ്പോൾ കേൾക്കുന്ന പരസ്യമാണ്. ഈ സോപ്പ് തേച്ചാൽ വെളുക്കും, നിങ്ങളുടെ മുഖമെല്ലാം കറുത്ത മുഖമെല്ലാം. ഇന്ന് പലരും ഇത് തേക്കും. അവസാനം എന്താവും? തൊലിയും കൊണ്ട് അങ്ങ് പോവും അല്ലേ? നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നവരില്ലത്. കേരളത്തിലാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ. അപ്പോൾ ഈ പരസ്യം കണ്ടപ്പോൾ ഇവർക്കൊരാഗ്രഹം, ഈ പരസ്യം നടത്തുന്ന ഈ കമ്പനി ഒന്ന് കാണണമെന്നുള്ളത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഇത് കാണാൻ എങ്ങനെയും സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ആ കമ്പനിയിൽ പോയി അതിൻ്റെ പെർമിഷൻ വാങ്ങിച്ച് മടങ്ങി വന്ന് ഇവരോട് പറഞ്ഞു, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഇവർ ഗേറ്റ് കടന്ന് മുമ്പോട്ട് പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചു വരിക. അവരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പം എന്താ പറ്റിയത്? ഒരുമാതിരി ഇരിക്കുന്നു മുഖമെല്ലാം. ഇത് ഞങ്ങൾ കണ്ട സോപ്പിൻ്റെ പരസ്യത്തിൻ്റെ കമ്പനി ആണോ ഇത്? ആ സോപ്പ് തന്നെയാണോ ഇവിടെ നിർമ്മിക്കുന്നത്? അപ്പോൾ ഒരാളോട് അവിടെ നിന്ന് ചോദിച്ചു, സാറേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? എന്താ? ചോദിച്ചോളാൻ പറഞ്ഞു. ചോദിച്ചു, സാറേ ഇത് ഞങ്ങൾ കാണുന്ന സോപ്പിൻ്റെ കമ്പനിയാണോ? അതെ. പിന്നെന്താ നിങ്ങളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സാധാരണ സപ്ലൈ ചെയ്യാറേ ഉള്ളൂ, അപ്ലൈ ചെയ്യാറില്ല. ഞങ്ങൾ അപ്ലൈ ചെയ്യാറില്ല. പക്ഷെ ഇവിടെയുള്ള ഈ ഇടവകയിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം സപ്ലൈ ചെയ്യുന്നവരും അപ്ലൈ ചെയ്യുന്നവരുമാണ്. എനിക്കത് ഞാൻ മനസ്സിലാക്കിയത് വിൽസനച്ചൻ മുതലുള്ള സംഭവം ഇത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട PA ബ്രാച്ചൻ എൻ്റെ വികാരിയായിരുന്നു. ബഹുമാനപ്പെട്ട രജിത് തോമസ് അച്ഛനും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും എനിക്ക് നിങ്ങളുടെ ഇടവയെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ അച്ഛനും ഞാനിവിടെ വന്നതിൻ്റെ 2 ദിവസം കൊണ്ട് ഈ ഇടവയെക്കുറിച്ചുള്ള നിങ്ങളുടെ നല്ല ശാക്തീകരണത്തെക്കുറിച്ച് പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ചുള്ള താല്പര്യം, ഓരോ ബൈബിൾ ക്വിസിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് സന്തോഷം തോന്നി. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ നല്ല എനർജിക്കായിട്ട് ഇവിടെ നിന്ന് പാടിയപ്പോൾ എൻ്റെ ഹൃദയം തുള്ളാൻ തുടങ്ങി.
ദൈവമേ, നാട്ടിലെങ്ങും ഇത് കാണത്തില്ല. സുവിശേഷം അറിഞ്ഞ നാട്ടിൽ ഇതില്ല. നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഓരോ വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ ബാലൻസ് നിങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യം ഉണ്ടോ? ഇല്ല. ഈ സുവിശേഷത്തിന് വേണ്ടി ചുമൽ കൊടുക്കുന്നുവെങ്കിൽ ഈ സുവിശേഷം മൂലം നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളതാ. മറന്നു പോകരുത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പ്രലോഭനങ്ങളെ അതിജീവിക്കണം. പിശാച് കൊടുത്ത പ്രലോഭനം എന്താണെന്നുള്ളത് ഇനിയും ബാക്കി അങ്ങോട്ട് ഞാൻ പറയുന്നില്ല, നമുക്കറിയാവുന്നതാണല്ലോ. രണ്ടാമത് വേറൊരാൾക്കൊരു പ്രലോഭനം ഉണ്ടായി. ആർക്കാണെന്നറിയാം? സബദി പുത്രന്മാർക്ക്. കർത്താവിനോട് വന്ന് പറയുകയാണ്, കർത്താവേ, ഞങ്ങളിൽ ഒരുവനെ ഇടത്തും മറ്റൊരുവനെ വലത്തും ഇരുത്തണം. എന്തോ ഒരു ചോദ്യം വന്നു നോക്കി. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. എന്തോ ഒരു ചോദ്യമായി ചോദിച്ചത്. 12 പേരെല്ലാവരും ഉണ്ട്. ഇവരെല്ലാം വലത്തും ഇടത്തും ഇരുത്തുന്നത് ആരുടെ ചുമതലയാ? കർത്താവിൻ്റെ ചുമതലയാ. ഇന്ന് മനുഷ്യൻ ഭ്രാന്തായി മാറിയിരിക്കുക പല കാര്യങ്ങളിലും. ഒന്ന് രണ്ട് ചില ഭ്രാന്തി ഞാൻ പറയാം. ഒന്ന്, കേരളത്തിൽ കാണുന്നതാണ് മതഭ്രാന്ത്. നമുക്കിന്ന് സുവിശേഷം പങ്കുവയ്ക്കാൻ പ്രയാസമാണ്. മതഭ്രാന്തായി ഇന്ന് മനുഷ്യനുള്ളത്. അതുകൊണ്ടല്ലേ അനേകർ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെ പേരിൽ. ജാതിഭ്രാന്ത്. ഈ ജാതിഭ്രാന്ത് മൂലം രാഷ്ട്രീയ നേതാക്കന്മാർ മുതലെടുക്കുകയാണ്, അവിടെ മരണപ്പെടുകയാണ്. ഓർത്തു നോക്കണം. അടുത്തത് നോക്കണം, അധികാരഭ്രാന്തി. ഇത് നമുക്കെല്ലാം ഉണ്ട്. പള്ളിയിലെ കമ്മിറ്റി വരണം, അല്ലെ തെരഞ്ഞെടുപ്പ് വരണം, നമ്മുടെ അധികാരം എന്താണെന്ന്. ഇതുവരെ എലിയെപ്പോലിരുന്നവര് പിന്നെ ആരും പുലിയെപ്പോലാവും. എനിക്കറിയാം, ഒരു പള്ളിയിൽ ഞാൻ പോയി. ഞങ്ങളുടെ അടുത്താണ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തന്നെ. ഏത് സ്ഥലമാണെന്ന് പറഞ്ഞത്, കാരണം ആ പള്ളിയിലുള്ള ആരെങ്കിലും ഇരിപ്പുണ്ട്, നാളെ എന്നെ നിങ്ങൾ വിളിക്കും. എനിക്കറിയാം ആ പള്ളി ചെങ്ങറപ്പള്ളിയാണ്, ഭാഗ്യത്തിനല്ല. നോക്കണം, ഞാൻ ആ പള്ളിയിൽ ചെന്നപ്പോൾ ആണ്ടുവരി കളക്ഷന് വേണ്ടി ചെന്നതാ. എൻ്റെ ജോലി അതാണല്ലോ. പ്രിയപ്പെട്ടവരെ, 8 മണിക്ക് ആരാധന കഴിഞ്ഞു. ആരാധന തുടങ്ങി 10:30 ആയപ്പോൾ കുർബാന കഴിഞ്ഞു. പിന്നെ കമ്മിറ്റിയാണ്, പൊതുയോഗമാണ്. ഈ പൊതുയോഗത്തിൽ ചോദ്യം, അതിൻ്റെ ചോദ്യം, ഉപചോദ്യം എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ 2:30 മണിയായി. ഒരമ്മച്ചി ഇറങ്ങി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഇറങ്ങി. എനിക്കവിടെ ഒന്നും സാധ്യതയില്ലല്ലോ, പണവും കിട്ടത്തില്ലെന്നുള്ള എനിക്ക് മനസ്സിലായി. ഇറങ്ങി വന്നപ്പോൾ ഒരമ്മച്ചി നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോനെ, ഞങ്ങൾ ആരാധിക്കാനായിട്ട് വരുന്നവരാ, ആരാധനയുടെ സന്തോഷം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, നീ ഇത് കണ്ടോ? എന്നു തീരും ഇത്? എന്ന് മാറിപ്പോവും ഇതെല്ലാം. പല ഇടവകളിലും ഇന്ന് ആളുകളില്ല. നമുക്കെല്ലാം ഉണ്ട് അല്ലേ? ഞാൻ പറയും, നമുക്ക് വസ്ത്രമുണ്ട്, നഗ്നത മറയ്ക്കപ്പെടുന്നുണ്ടോ? ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇന്നലെ ആരോടോ പറഞ്ഞത്, ഈ നാട്ടിൽ, ഞാൻ അമേരിക്കയിൽ അങ്ങനെ ആരാധനാലയത്തിൽ വരുമ്പോൾ മറയ്ക്കപ്പെട്ട് തന്നെയാണ് വരുന്നത്. ഓർത്തോണം, നമുക്ക് വീടുണ്ട്, നമുക്ക് സമാധാനമുണ്ടോ? വീട്ടിനുള്ളിൽ ശരിയായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടോ? നോക്കണം. നമുക്ക് ആലയമുണ്ട്, ഇവിടെ കുഴപ്പമില്ല. അതും പല കോടികൾ മുടക്കി പണിയുന്ന ആലയത്തിനുള്ളിൽ ആളുകളില്ല ദൈവത്തെ ആരാധിപ്പാൻ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രശ്നങ്ങളാണ്. പ്രാർത്ഥനയില്ല, ആരാധനയില്ല. മറ്റൊന്ന്, നമുക്ക് നല്ല സൗന്ദര്യമുണ്ട്, പക്ഷെ ഉള്ളിൽ എന്തില്ല? സൗന്ദര്യമില്ല. ഉള്ളിലെ സൗന്ദര്യത്തിനാണ് പ്രാധാന്യമുള്ളത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഞാൻ പറയട്ടെ, അധികാരഭ്രാന്ത്. പിന്നെന്താണെന്നറിയാം? മുമ്പേ പറഞ്ഞ പോലെ വസ്ത്രഭ്രാന്ത്. അടുത്തത് ഭക്ഷണഭ്രാന്ത്. കേരളത്തിലെ കല്യാണത്തിന് ചെല്ലണം, ഭക്ഷണഭ്രാന്ത് എന്താണെന്നുള്ളത് പുറകെ നിന്നാൽ മതി. അറിയാതെ ബോംബെയിലെ മെട്രോ ട്രെയിനെ കയറുന്ന പോലെ തള്ളിക്കയറ്റിക്കോളും, ഒരു പ്രശ്നവുമില്ല, അവിടെ നിൽക്കും. എൻ്റെ ദൈവമേ, ഇത്രമാത്രം ആർത്തിയോ! എൻ്റെ കൊച്ചുമോള് കല്യാണത്തിന് കേരളത്തിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ അവളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ 4 പേരിരിക്കുന്ന മേശയിൽ വരുന്ന ഭക്ഷണം അച്ഛൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പലരുടെയും പ്ലേറ്റിൽ പോയി. അവസാനം എൻ്റെ കുഞ്ഞ് നോക്കിയപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എന്നോട് ചോദിക്കുക, അപ്പാ, ഇന്തളവുക്ക് മക്കളെ ഗുണമില്ലയാ കേരളാവിലുള്ളവർക്ക്? ഇത്രമാത്രം ദാരിദ്ര്യമാണോ നമ്മുടെ ജനങ്ങൾക്ക്? എന്നിട്ട് കഴിക്കുമോ?
ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കും, പക്ഷെ കഴിക്കത്തില്ല. ഒരു കഷ്ണം കഴിച്ചിട്ട് അപ്പറേ മാറ്റി വയ്ക്കും. എരി കൊണ്ടാണോ ഉപ്പ് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഈ ഭ്രാന്തുകളാണ് മനുഷ്യനെ ഇന്ന് നയിക്കുന്നത്. അധികാരഭ്രാന്ത് എല്ലാം ഉണ്ട് നമുക്കിടയിൽ. ഇത് മാറ്റപ്പെടണം. ഈ മുറിപ്പാടുകളിലൂടെ ഇതെല്ലാം മാറ്റപ്പെടണം. ഒരു പുതു മനുഷ്യനായി മടങ്ങി വരണം, പുതുദേഹിയായി മടങ്ങി വരണം. മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അംശികളായി തീരുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അത് മറന്നു പോകരുത്. മുറിക്കപ്പെടുമ്പോൾ നമുക്കെന്തുണ്ട്? വേദനയുണ്ട്. മുറിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് അനുതാപമുണ്ടാകണം. അനുതാപമുണ്ടാകണം. അനുതാപമില്ലാതെ നമുക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് വന്നു പറഞ്ഞു. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ അറിയാം, 15-ാം അധ്യായം. ശൗലിനോട് വന്നു പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതേ എന്നുള്ളത്. അവൻ അനുതാപം ഉണ്ടായോ? ഇല്ല. ദാവീദിനോട് നാഥാൻ പ്രവാചകൻ വന്നു പറയുകയാണ്. എന്താ പറയുക? മുമ്പേ ഞാൻ പറഞ്ഞത് ശമൂവേൽ പ്രവാചകൻ. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുന്നു, അല്ലയോ ദാവീദേ, നീ പാപം ചെയ്തിരിക്കുന്നു. ഉദാഹരണ സഹിതം പറഞ്ഞു. അവൻ പാപം ഏറ്റു പറഞ്ഞു. അവൻ ചെയ്ത പാപം തെറ്റാണ്, പക്ഷേ അവൻ പാപം ഏറ്റു പറഞ്ഞു. അതുമൂലം അവൻ്റെ പാപത്തെ അവന് ക്ഷമിച്ച് ലഭിച്ചു. അതുകൊണ്ടാണല്ലോ 51-ാം സങ്കീർത്തനം നമ്മൾ സാധാരണ ആരാധനയിൽ വായിക്കുന്നത്. അല്ലയോ ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. എത്രയൊരു ധന്യമായ പ്രാർത്ഥനയാണെന്നറിയാമോ? നമ്മുടെ ആരാധനയിൽ നമ്മുടെ ഉള്ളുരുകി നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ആത്മാവിൽ ജ്വലിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമ്മുടെ ബലഹീനതകളെല്ലാം മാറിപ്പോകും. അത് മതി. എന്നിട്ട് പറയുന്നു, നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയരുതേ. ഓരോ ആരാധനയ്ക്ക് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് തന്നെയാണ്. അല്ലയോ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ ആത്മാവിനെ നീ എടുത്തു കളയാൻ പാടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നിർത്താൻ പോവല്ല. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ചേ. അടുത്ത ചിന്തയ്ക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് തടസ്സമായി നിൽക്കുന്ന എന്താണ്? നമുക്ക് അനുതാപമുണ്ടോ? നമ്മുടെ സഹോദരനോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നോ? നമ്മുടെ അടുത്തിരിക്കുന്നവനോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നോ? നമ്മുടെ എവിടെയാണ് വീണുപോയത്? അതിൽ നിന്ന് മടങ്ങി വരുവാൻ നമുക്ക് സാധിക്കാതെ വണ്ണം നമ്മെ വേദനപ്പെടുത്തുന്നത്, നമ്മെ നഷ്ടമാക്കി കളയുന്ന എന്താണോ അതിൽ നിന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു മടങ്ങി വരുവാൻ എൻ്റെ കർത്താവേ, എന്നെ നീ സഹായിക്കണമേ. യഹോവയീരേ ദാതാവാൻ ചേർന്ന് പാടിക്കാട്ട്. നീ മാത്രം മതി എനിക്ക്. സൗഖ്യദായകൻ തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ അവൻ ആവശ്യങ്ങൾ നീ മാത്രം മതി. നീ മാത്രം ഹല്ലേലൂയ, നീ മാത്രം മതി. നമ്മുടെ കൈകൾ അങ്ങനെ ഒന്ന് നിവർത്തി വെച്ചൊന്ന് പറഞ്ഞേ, നീ മാത്രം മതി കർത്താവേ. കൈകളൊന്ന് ഉയർത്തി ഒന്ന് നിവർത്തി വെച്ചുകൊണ്ട്, മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. പത്രോസിന് അനുതാപം വന്നു. ഓർത്തോണം, പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല? തള്ളിപ്പറയത്തില്ല. എന്നാൽ ആ പെൺകുട്ടിയുടെ മുമ്പിൽ യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ യേശു കർത്താവ് അവനെ ഒന്ന് നോക്കി. അവൻ്റെ നോട്ടത്തിൽ പത്രോസിന് എന്തുണ്ടായി? കണ്ണുനീര് വന്നു. പൊട്ടിക്കരഞ്ഞവൻ മാറി നിന്ന് ചങ്കത്തടിച്ച് നിലവിളിച്ചവൻ എന്ത് ചെയ്തു? പൊട്ടിക്കരഞ്ഞു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ പൊട്ടിക്കരച്ചിൽ ഇന്നില്ല.
നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പൊട്ടിക്കരച്ചിലില്ല. അറിഞ്ഞോ അറിയാതെയോ നാം തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ പൊട്ടിക്കരച്ചിലുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വന്നു എന്നതിൻ്റെ അർത്ഥം. യേശുവേ, ഞാൻ പാപം ചെയ്തു, ഒരൊറ്റ പ്രാർത്ഥന മതി. ബർത്തിമായി, തിമായിയുടെ മകനായ ബർത്തിമായി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന്. തമിഴിൽ കൊടുത്തിരിക്കുന്നത് യേശുവേ എന്മേൽ മനമിറങ്ങുമെന്നാണ്. മനമിറങ്ങും, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നമ്മുടെ കണ്ണുനീര് മാറ്റും. മറ്റൊന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ മുറിപ്പാടുകളിലൂടെ നമുക്കെന്തുണ്ട്? സൗഖ്യമുണ്ട്. ഈ മുറിപ്പാടുകളിലൂടെ നമുക്ക് സൗഖ്യമുണ്ട്, മറന്നു പോകരുത്. എന്ന് കണ്ട് നമ്മുടെ ചില രോഗങ്ങൾ മാറുമെന്ന് അല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ അത് പിടിച്ചു നിൽക്കാനുള്ള കൃപയെ ദൈവം തരും. എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീന. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ. ഇത് പോരാ കേട്ടോ, ശബ്ദം, ഈ ശബ്ദം പോരാ, ഇത് വിശ്വസിച്ച് പറയേണ്ട വാക്കാ. നമുക്ക് രോഗമുണ്ട് പ്രിയപ്പെട്ടവരെ, ക്യാൻസർ ഉള്ളവരുണ്ട്, ഹൃദയ സംബന്ധമായ അസ്വസ്ഥതയുള്ളവരിവിടുണ്ട്, പറയുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരിവിടുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കുന്നവർ കാണും, മറ്റുള്ളവർ പറയുന്നത് പോലെ പറയാൻ സാധിക്കാത്ത വിധം പ്രയാസം അനുഭവിക്കുന്നവർ കാണും, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരമുള്ളവരുണ്ടാകും, പലരും ഉണ്ടാകും ഇവിടെ. എന്നാൽ കർത്താവ് നമ്മുടെ തോളിത്തട്ടും, അവൻ നമ്മെ എന്തു ചെയ്യും? കൈവിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഉപേക്ഷിക്കുന്നവനല്ല, അവൻ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല നാം വിശ്വസിക്കുന്നവൻ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ ഞാനീ പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ ഞാനിത് പറയട്ടെ. അവൻ എന്നെ കൈവിടുകയില്ല, അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് കർത്താവിനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നിന്ന്? ഉണ്ടെങ്കിൽ നാം എന്തു ചെയ്യണം? മടങ്ങി വരണം. ആ മടങ്ങി വരവ് എങ്ങോട്ടാണെന്നറിയാമോ? നിത്യജീവങ്കിലേക്കാ. മൂന്നാമത്തെ എൻ്റെ ചിന്ത അതാണ്. അവൻ നിത്യജീവനിലേക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ അപ്പം എന്ന് പറയും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അത് താഴോട്ടുള്ള വാക്യത്തിൽ നമ്മൾ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവനാ നിത്യജീവനുള്ളത്. റിമൈൻഡർ ടു ഇറ്റേണൽ ലൈഫ്. ആ നിത്യജീവന് വേണ്ടിയാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത്. നമുക്ക് സാധിക്കുമോ ആ നിത്യജീവൻ ലഭിക്കുക? വ്യവസ്ഥകളില്ലാത്ത കൂട്ടായ്മയിലേക്കാണ് കർത്താവ് നമ്മെ ചേർത്തിരിക്കുന്നത്. വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിലേക്കാണ് കർത്താവ് നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആ കൂട്ടിച്ചേർക്കലിൽ പ്രിയപ്പെട്ടവരെ, ദൈവകൃപയുള്ളവരായി ഒരു തിരിച്ചറിവിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവമേ എന്നെ നീ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ഇത് പുറപ്പാടിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. രണ്ടാമത് പറഞ്ഞത് ഇത് മുറിപ്പാടുകളുടെ ഓർമ്മപ്പെടുത്തലാണ്. മൂന്നാമത് പറയുവാൻ ആഗ്രഹിച്ചത് ഇത് നിത്യജീവങ്കിലേക്കുള്ള യാത്രയാണ്, അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ടാണല്ലോ വേദന വന്നപ്പോഴും ദുഃഖം വന്നപ്പോഴും സാധു കൊച്ചുഞ്ഞ് ഉപദേശി പാടിയത് എന്താ പാടിയത്? തൻ്റെ മകൻ താൻ എവിടെയായിരുന്നപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തനിക്കൊരു സന്ദേശം കിട്ടിയപ്പോഴും വചനം പറയുന്നത് പൂർത്തീകരിച്ച ശേഷമാണ് പോയത്. ദോഷമായിട്ടൊന്നും നാം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. എൻ്റെ താതൻ ചെയ്യുകയില്ല. ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പാടിക്കാട്ടെ. ക്ഷമായിട്ടൊന്നും എൻ്റെ ഹല്ലേലൂയ. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവനൻ കണ്ണുനീരോടെ നമ്മളൊന്ന് പാടിക്കുക ഈ പാട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്
കുതിപ്പോടുകൂടെ ഈ പാട്ടൊന്ന് പാടിക്കാട്ട്. പ്രിയപ്പെട്ടവരെ, ദോഷമായിട്ടൊന്നും ചെയ്യാത്ത നാഥൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഞാൻ നിങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ടൊന്ന് പാടിക്കാട്ട്. നമ്മുടെ തലമുറയെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പിതാവ് അനുഭവിച്ച വേദന, എൻ്റെ മാതാവ് അനുഭവിച്ച വേദനകളെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ സന്നിധിയിൽ ഞാൻ വെച്ചപ്പോൾ അവൻ എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്തില്ല. അവൻ നന്മയല്ലാതെ എനിക്ക് തിന്മയൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയുവാൻ തക്കവണ്ണം കർത്താവേ നീ കൃപ ചെയ്യണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും ആ പാട്ടിൻ്റെ സ്റ്റാൻസ ഒന്നുകൂടെ നമ്മൾ പാടുവാൻ പോവുകയാണ്. ദോഷമായിട്ടൊന്നും എന്നോ, കൈകളെ ഉയർത്തി പാടിക്കട്ടെ, ചെയ്യുകയില്ല. എല്ലാവരും ശബ്ദമായിട്ട് ചേർന്ന് പാടിക്കട്ടെ. ക്ഷമായിട്ടൊന്നും എന്നോ എൻ്റെ ഹല്ലേലൂയ എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനാപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനാപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടാതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദൈവജനമേ, സന്തോഷത്തോടെ ഞാനത് വാങ്ങും. എന്തു വന്നാലും എൻ്റെ തിരുമേശി കർത്താവെ അങ്ങയുടെ തിരുമേശയിലേക്ക് അടുത്തു വരുമ്പോൾ, കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിലേക്ക് അടുത്തു വരുമ്പോൾ എൻ്റെ വേദനകളെല്ലാം ഞാൻ തിരുമുൻപിൽ വയ്ക്കും. എനിക്കൊന്നും കൊണ്ടും പ്രയാസമില്ല. ഞാൻ എന്തു വന്നാലും സഹിച്ചോളാം. അത് രോഗമായിരുന്നാലും ദുഃഖമായിരുന്നാലും സങ്കടമായിരുന്നാലും പൈതാഹമായിരുന്നാലും പ്രിയപ്പെട്ടവരുടെ വേർപാടായിരുന്നാലും കഴിഞ്ഞ നാളുകളിൽ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ നഷ്ടമായി പോയാലും ഈ ദൈവം എന്നെ എന്ത് ചെയ്യത്തില്ല, കൈവിടുകയില്ല. അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസം നമുക്കുണ്ടോ? ഈ വിശ്വാസത്തിൻ്റെ ആ ഒരു വലിയ ഉന്നതമായ അനുഭവത്തിൽ നിൽക്കുവാൻ, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കുവാൻ അവൻ്റെ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. അവൻ്റെ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. ആ ഒഴുകുന്ന രക്തത്തെ നമുക്കൊന്ന് മനസ്സിൽ ധ്യാനിക്കാം. ആ ക്രൂശിലെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്, നമ്മുടെ രോഗങ്ങൾക്കും അവൻ സൗഖ്യം തരുന്നതാണ്. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മുറ്റും ഞാൻ തരുനീതാ, ഹല്ലേലൂയ. സ്നേഹം ഈ സമസ്തം നീക്കും നിന്റേതു ഞാൻ ശരണം എൻ കർത്താവേ. വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ ആഴ്മയായി കുമ്പിടുന്നു. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗപിതാവേ, നിന്റെ വചനത്തിൻ്റെതായ വിലയേറിയ സത്യത്തിൻ്റെ മുൻപാകെ ഒരിക്കൽ കൂടി തലവണക്കുവാൻ നീ തന്നെ ഭാഗ്യത്തിനായ സ്തോത്രം. സ്വർഗപിതാവേ, നീ വചനത്തോടൊപ്പം ഞങ്ങളോട് ജീവിതത്തിൽ നീ ഇടപെട്ടുകൊണ്ടിരുന്നു, ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചു. ഞങ്ങൾ വഴിതെറ്റിപ്പോയപ്പോഴും നീ ഞങ്ങളുടെ തിരിച്ചു വരുത്തുവാനായിട്ട് നീ വചനത്തിലൂടെ നീ സംസാരിച്ചു ദൈവമാകിയ സ്തോത്രം. സ്വർഗപിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ അനുഭവങ്ങൾ ഞങ്ങളെ നിന്റെ സന്നിധിയിൽ നിന്ന് അകറ്റിയെങ്കിലും മടങ്ങി വരവിനുള്ളതായ വഴി നീ തുറന്നു തന്ന ദൈവമാകിയാൽ സ്തോത്രം. ഒന്നും ഞങ്ങൾക്ക് ദോഷമായി തീർന്നില്ലല്ലോ കർത്താവേ.
ജീവിതത്തിൻ്റെതായ വേദനയേറിയ അനുഭവങ്ങളുണ്ടായി. പ്രതിസന്ധി ഘട്ടങ്ങൾ പലതും ഞങ്ങൾ അനുഭവിച്ചു. വേദനയുടേതായ അനുഭവങ്ങൾ ഞങ്ങൾ നേരിട്ടു. രോഗപ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. അതൊക്കെ ഞങ്ങളുടെ അവസാനത്തിന് വേണ്ടി അല്ലായിരുന്നു. അതിലൊക്കെ നിൻ്റെ ജയം കാട്ടുവാനായിട്ട്, നിൻ്റെ ശക്തി അനുഭവിപ്പാനായിട്ട് നീ തന്ന കൃപയ്ക്കായി, ആ നിത്യ അനുഭവത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, ഇസ്രായേൽ മക്കളോടൊപ്പം നീ സഞ്ചരിച്ചു. രാത്രി സ്തംഭവും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി നീ നിന്റെ മക്കളോട് സഞ്ചരിച്ചു. ഒരു നാൾ അവരെ തനിയാക്കുവാനായിട്ട് നീ ഇടവരുത്തിയില്ല. അവർ പിറുപുറത്തുപോഴും അവരുടെ പിറുവിറുപ്പിൻ്റെ മുൻപാകെ ക്ഷമയോട് നിന്ന ദൈവം, അവർക്ക് ദോഷം വരുത്തുവാനായിട്ട് മനസ്സ് വയ്ക്കാതെ അവരോടൊപ്പം സഞ്ചരിച്ച ദൈവം, ഞങ്ങളുടെ കൂടെയും അപ്രകാരം സഞ്ചരിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം കർത്താവെ തെറ്റിപ്പോവാനായിട്ട് ഇടവരുത്താതെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ ഇത്രത്തോളമായി ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച് ഞങ്ങളുടെ പ്രതിസന്ധിയിലും വേദനയിലും എല്ലാം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനത്തിലൂടെ വീണ്ടും നീ ഓർപ്പിച്ചു മടങ്ങി വരമ്പിൻ്റെതായ അനുഭവം കർത്താവെ നീ ഞങ്ങൾക്ക് എപ്പോഴും ഒരുക്കി വച്ചിരിക്കുന്നു. നീ ഞങ്ങൾ അനുഭവിച്ചതൊക്കെ ഞങ്ങളുടെ ദോഷത്തിന് വേണ്ടി അല്ല, അത് നിന്റെ നിത്യ അനുഭവത്തിൻ്റെതായ മുന്നോടിയായുള്ളതായ ആ നന്മയുടെ വാതിൽ തുറക്കുവാനായിട്ട് തന്നെ ആയിരിക്കുന്ന ദൈവമാകിയാൽ നിന്നെ സ്തുതിക്കുന്നു. അപ്രകാരം കർത്താവെ ദുർസന്നിധിയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ നീ സ്വീകരിക്കണമേ. ഈ വിശുദ്ധാമേശയ്ക്ക് ശേഷം തിരുവചനം നീ ഞങ്ങൾക്ക് കേൾപ്പാനായിട്ട് നീ തന്ന ഭാഗ്യത്തിനായ സ്തോത്രം. ഈ 3 ദിവസത്തിൻ്റെ ഈ കൺവെൻഷനിലൂടെ നീ പ്രവർത്തിച്ചതായ വലിയ കരത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ ഇവാഞ്ചലിസ്റ്റ് ടി പി ജോണിക്കുട്ടി സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസന്റെ സമർപ്പണത്തെയും ദാസൻ്റെതായ ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകനെ അതിശയമായ വിധത്തിൽ നീ എടുത്തുപയോഗിച്ചു. തമിഴ്നാട് പ്രദേശത്തിലും മറ്റിടങ്ങളൊക്കെ അതിശയമായ വിധത്തിൽ നീ നടത്തി. കർത്താവെ ബലത്തോട് ഇന്നും നിലനിർത്തി. നന്ദിയോടെ സ്തോത്രം. ആ അനുഭവത്തിൽ വചനം സംസാരിപ്പാനായിട്ട് നിന്റെ മകനെ നീ ഒരിക്കലോ നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ പിതാവേ, ഞങ്ങളെല്ലാവരും പുതുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ വിത്തുകൾ ഇന്ന് വീണത് 100ഉം 600ഉം മേനിയായി തീരുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും വർധനവിനും ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ TTHന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. മകനെയും ബലപ്പെടുത്തണമേ. അടിനെയും ദൃഷ്ടിയിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിലനിർത്തണമേ. ഞങ്ങളെ ഏറ്റവും അവിടുത്തെ കൃപയിൽ നടത്തി പരിപാലിച്ച് നിന്റെ വരവിനായി ഞങ്ങൾ ഒരുക്കത്തോട് കാത്തിരിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശു മശീഹായിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. എല്ലാവർക്കും ഇരിക്കാം. വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൂടി നമുക്ക് ഈ 3 ദിവസക്കാലം വ്യാപരിച്ച ദൈവീയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി കരയറ്റാം. ഇപ്പോൾ നന്ദി കരയറ്റുന്നതിൻ്റെ അവസരമാണല്ലോ. നമ്മുടെ ലീഡറായിരിക്കുന്ന പ്രിയപ്പെട്ട റൈജാൻ മുൻപോട്ട് വന്ന് ഈ കൺവെൻഷൻ്റെ കൂടി വന്ന പ്രിയപ്പെട്ടവർക്കും മറ്റു നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർക്കും നന്ദി അർപ്പിക്കുന്നത് അത്ര. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ 3 ദിവസമായി നമ്മുടെ ആനുവൽ കൺവെൻഷൻ വളരെ മനോഹരമായ രീതിയിൽ നടത്തുവാൻ ദൈവം സഹായിച്ചു. ആ ദൈവത്തിന് ആദ്യം ഞാൻ നന്ദി കരയറ്റുന്നു. നമ്മുടെ കൺവെൻഷൻ്റെ അധ്യക്ഷനും അതിന് നമ്മുടെ വികാരിയുമായ റവറൻ TT യോഹന്നാൻ അച്ഛന് കൺവെൻഷൻ്റെ പേരിലുള്ള നന്ദി ഞാൻ ഈ സമയത്തെ അറിയിക്കുന്നു. ഈ കൺവെൻഷനിൽ നമ്മളോടൊപ്പം ഒന്ന് സംബന്ധിച്ച റവറൻ്റെ കുര്യാക്കോസ് അച്ഛൻ, നമ്മുടെ യൂത്ത് അച്ഛൻ ജെഫ് ജാസ് അച്ഛനും കൺവെൻഷൻ്റെ പേരിലുള്ള നന്ദി ഞാൻ ഈ സമയത്തെ അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്ന് കഴിഞ്ഞ 3 ദിവസമായി തിരിച്ചറിയുക, തിരുത്തുക, മടങ്ങി വരിക എന്ന വിഷയത്തെ ആസ്പദമാക്കി 1 രാജാവ് 17:1 മുതൽ 16 വരെയും യോനാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായവും യോഹന്നാൻ 6 എന്നീ അധ്യായങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല ദൂത് നൽകിത്തന്ന ഇവാഞ്ചലിസ്റ്റ് TP ജോണിക്കുട്ടിക്കും വൈഫിനും റോസമ്മ ആൻറ്റിക്കും ഫിലഡൽഫിയ മാർത്തോമ ചർച്ച് ആനുവൽ കൺവെൻഷൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്തെ ഞാൻ അറിയിക്കുന്നു. ഈ 3 ദിവസങ്ങളിൽ കൺവെൻഷനെ അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ ചർച്ച് ഗായസംഘത്തോടും
അതിൻ്റെ ലീഡർ ചെയ്യുന്ന ജോസ് തോമസിനോടും മ്യൂസിക് നൽകി തന്ന ജോണി അങ്കിളിനോടും കൺവെൻഷൻ്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ കൺവെൻഷനിൽ പാഠങ്ങൾ വായിച്ച് സഹായിച്ച തെർമേൽ അലക്സാണ്ടർ അങ്കിളും സാം സക്കറിയായോടും അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ സുമ മാത്യു ആൻഡ് മാത്യു ഉമ്മനോടും പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് സഹായിച്ച വർഗീസ് കെ ജോസഫ്, തോമസ് മാത്യു, സോഫി തോമസ് എന്നിവരോടും കൺവെൻഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ പ്രാർത്ഥനയോടെ ഈ കൺവെൻഷനിൽ വന്നുയർന്ന എല്ലാ ദൈവമക്കൾക്കും കൺവെൻഷൻ്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഓഡിയോ വീഡിയോ ടീം, അതുപോലെ കൺവെൻഷന് വരാതെ വീട്ടിലിരുന്നവർക്ക് യൂട്യൂബിൽ കൂടെ ഈ മെസ്സേജ് നൽകി കൊടുത്ത ബിജു അല്ലെങ്കിൽ തോമസ് എബ്രഹാമിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഭക്ഷണങ്ങൾ നൽകി സഹായിച്ച കുടുംബങ്ങൾക്കും നന്ദി ഞാൻ നേരുന്നു. ഫിലഡൽഫിയ കൺവെൻഷൻ്റെ കോർഡിനേറ്റർ എന്ന പേരിൽ എൻ്റെയും മാത്യു ഉമ്മൻ്റെയും പേരിലുള്ള നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ട് എൻ്റെ വാചകത്തിൽ ഞാൻ വിരമിക്കുന്നു. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ടതായ കൺവെൻഷൻ്റെ സമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നല്ലോ. ദൈവത്തിന് ഒരിക്കൽ കൂടെ നന്ദി കരയേറ്റുന്നു. അതോടൊപ്പം ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത് നമ്മുടെ ലേ ലീഡേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട റയിച്ചാനും രായിച്ചാനും ചേർന്നാണല്ലോ. അവരോട് പ്രത്യേകമായ നന്ദി വികാരി എന്ന പേരിലും ഇടവകയുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. എല്ലാവരും ചേർന്ന് കൈയടിച്ച്. ഓക്കെ, കൊയറിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞല്ലോ. മനോഹരമായ ഒരു സമയം വേർതിരിച്ച് അതിനുവേണ്ടി ഉദ്യമിച്ചല്ലോ. ഞാൻ പ്രത്യേകിച്ച് ഈ കൊയറിൻ്റെയൊക്കെ പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ പിന്നിലെ ഒരു അധ്വാനത്തെ പ്രിയപ്പെട്ട റയിച്ചാൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജോണിയെങ്കിലും അതിൻ്റെ പിന്നിലെ അധ്വാനത്തെ വിലമതിക്കുന്നു. ഇവിടെ ഈ സ്ക്രീനുകളിലൊക്കെ നൊട്ടേഷൻ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും അതിന് പാടുവാനായിട്ടുള്ള എല്ലാം ക്രമീകരിച്ച് നൽകുന്നത് പ്രിയപ്പെട്ട ജോണിയെങ്കിലാണല്ലോ. പ്രിയപ്പെട്ട ജോണിയങ്ങളുടെ ആ സാന്നിധ്യത്തിൽ വരുവാനായിട്ട് സാധിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് ഉള്ള സന്തോഷവും സ്നേഹവും വ്യക്തിപരമായ പേരിലും ഈ ഇടവകയുടെ പേരിലും അറിയിക്കുന്നു. ഇവിടെ ജോസ് ചാനാണ് ബാക്കി അതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. എല്ലാവരോടും ഉള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. എനിക്ക് ഏറെ സന്തോഷകരമായൊരു അനുഭവം. എനിക്ക് 4 വർഷക്കാലം ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ സാറിനോടൊപ്പം ഈ ശുശ്രൂഷയിൽ വീണ്ടും ഒരിക്കൽ കൂടെ കൂടുവാനായിട്ട് ദൈവം അവസരം ഒരുക്കിയല്ലോ. ദൈവം സാറിൻ്റെ ശുശ്രൂഷകളെ കുടുംബമായി തുടർന്നും അനുഗ്രഹിക്കട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റെക്കോർഡിങ്ങിന് സഹായിച്ചത് പ്രിയപ്പെട്ട ബീച്ചാനാണല്ലോ. ആ അധ്വാനത്തെയും ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ഉള്ള സന്തോഷം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാം ധാരാളം അനുഗ്രഹിക്കട്ടെ. 3 ചിന്തകൾ 50-ാം വർഷത്തിലേക്ക് കയറുന്ന നമുക്ക് തമ്പുരാൻ ദൈവദാസനിൽ കൂടെ നമുക്ക് നൽകി തന്നു. ഒന്ന്, ആർക്കാ പറഞ്ഞേ? പോരാ, തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞോ? അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. യെസ്. 2, തിരുത്തുക. ഏതൊക്കെ മേഖലയാണെന്ന് TTH ഇന്ന് തുടർന്ന് ചിന്തിച്ചു തുടങ്ങണം. നമ്മളെല്ലാവരും ചിന്തിച്ചു തുടങ്ങണം. ദൈവമേ, എന്തെങ്കിലും ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ മിസ്റ്റേക്സ് ആർ ദ പ്രൂഫ് ദാറ്റ് വി ആർ ട്രൈയിങ്. കറക്റ്റിംഗ് ദ മിസ്റ്റേക്സ് ആർ ദ പ്രൂഫ് ദാറ്റ് വി ആർ ഗ്രോയിങ്. നമ്മൾ വളരുന്നു എന്നതിൻ്റെ അർത്ഥം എവിടെയാ? അത് തിരുത്തുമ്പോഴാണ്. അവസാനം ഇന്ന് നമ്മൾ കേട്ടു, മടങ്ങി വരിക. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു, മടങ്ങി വരാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. എത്ര ദൂരം പോയാലും മടങ്ങി വരാൻ എല്ലാവർക്കും അവസരം. മടങ്ങി വരാനാവാത്ത വിധം ആരും ദൈവത്തിൽ നിന്ന് അകന്ന് പോയിട്ടില്ല. നമ്മുടെ ഇടവകയിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലേബൽ നമ്മൾ ചാർത്തി ആരെങ്കിലുമൊക്കെ ഈ ഇടവകയുടെ പുറത്തുണ്ടെങ്കിൽ, നമ്മുടെ ഈ കൂട്ടത്തിൽ വരാൻ കഴിയാതെ നിസ്സംഗതയിലും പ്രയാസത്തിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂട്ടുവാനുള്ള നിമിഷം കൂടിയാണ്. നമ്മൾ മടങ്ങി വരുന്നതോടൊപ്പം ചിലരെ മടക്കിക്കൊണ്ടുവരുവാൻ തമ്പുരാനെ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മയൊക്കെ ശക്തീകരിക്കട്ടെ, വചനത്താൽ നമ്മയെല്ലാം ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മയെല്ലാം ശക്തീകരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, കർത്തൃ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനുശേഷം ജഫച്ചൻ ആശീർവാദം പറയും. അതിനുശേഷം സ്തുതിപ്പിൻ എന്നുള്ള ഗീതം കൊയർ അതിൻ്റെ 2 സ്റ്റാൻഡ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ത്രിയേക ദൈവത്തിൻ്റെ കൃപാസമാധാനം വാഴ്വ് നാം എല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇന്ന് കേട്ടതായ ദൈവവചനത്തിന്മേലും വചനം വിളമ്പിയതായ പ്രിയദാസൻ്റെ മേലും
കേട്ടതായ എല്ലാ ദൈവമക്കളുടെ മേലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോക പാപച്ചുമടിനെ ശിരസ്സു കൊണ്ടു ചുമന്നൊഴിപ്പതിനു കുരിശെടുത്തു